ഹായ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് PCOD കുറിച്ച് പറയാനാണ്. അപ്പൊ എന്റെ കുറച്ച് ക്ലയൻസ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, PCODക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വർക്ക്ഔട്ട്സ് ഉണ്ടോ, PCOD മാറാനായിട്ട് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും സ്പെഷ്യൽ വർക്ക്ഔട്ട് പറഞ്ഞുതരോ, അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് പറഞ്ഞുതരോ, അല്ലെങ്കിൽ PCOD മാറുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറ്റി എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് PCOD എന്താണെന്നാണ്. PCOD എന്ന് വെച്ചാൽ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. അത് നമ്മൾ വർക്കൗട്ടിലൂടെയും ഡയറ്റിലൂടെയും അതിന് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, PCOD കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വർക്കൗട്ട് ചെയ്താൽ മതി, PCODക്ക് വേണ്ടി അത് ചെയ്താൽ മതി, PCOD പെട്ടെന്ന് കുറയാൻ ഈ 4 വർക്കൗട്ട് ചെയ്താൽ പാടെ കുറയുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PCODക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു വർക്കൗട്ട് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്കാമിൽ പോയി പെടരുത് ദയവ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ PCOD എന്ന് കേൾക്കുമ്പോഴത്തേക്ക് PCOD ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഒരുപാട് പേർക്ക് PCOD പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ആ PCOD എന്ന് കേൾക്കുമ്പോഴേക്ക് എടുത്ത് ചാടി അതിലേക്ക് പോവാതിരിക്കുക. PCODക്ക് എന്ന് പറഞ്ഞ സ്പെഷ്യൽ വർക്ക്ഔട്ട്സ് ഒന്നുമില്ല. നമ്മളെന്ന് പറയുന്നത് എപ്പോഴും PCOD ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ചെയ്യുന്ന സെയിം വർക്ക്ഔട്ട്സ് തന്നെയാണ് PCOD ഉള്ളവർക്കും ചെയ്യേണ്ടത്. അപ്പൊ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്ക്ഔട്ട് ചെയ്യുക പ്ലസ് ഡയറ്റ്, ബോത്ത്. അത് രണ്ടും കൂടെ കൊണ്ടുപോകണം. അല്ലാതെ വർക്ക്ഔട്ട് മാത്രം ചെയ്ത് ഡയറ്റ് ചെയ്ത് അതിന്റെ വഴിക്ക് പോയാൽ അത് നടക്കൂല. അല്ലെങ്കിൽ ഡയറ്റ് മാത്രം എടുക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്റെ ഫുൾ ഇരുന്നിട്ടുള്ള വർക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അതും നടക്കൂല. അപ്പൊ നമ്മൾ പ്രോപ്പർലി നമ്മളെ ഒരു ലൈഫ് സ്റ്റൈലില് വർക്ക്ഔട്ട് പ്ലസ് ഡയറ്റ് രണ്ടും എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. എന്ന് പറയുമ്പോൾ ബോത്ത് വെയിറ്റ് ട്രെയിനിങ് ആൻഡ് കാർഡിയോ രണ്ടും ചെയ്യേണ്ടതുണ്ട്. വെയിറ്റ് ട്രെയിനിങ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഇതിനുള്ള മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ബോഡി സ്ട്രെങ്ത് വർദ്ധിക്കും. നമ്മളെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലിന്റെ സ്ട്രെങ്ത് കുറയുന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ബോഡി സ്ട്രെങ്ത് കൂട്ടാൻ എൻഡ്യൂറൻസിന് വേണ്ടിയിട്ട് നമ്മളെ വെയിറ്റ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കാർഡിയോയും കൂടെ ചെയ്യാം. കാർഡിയോ എന്ന് പറയുമ്പോൾ വാക്കിംഗ് എന്ത് വേണമെങ്കിൽ ആക്കാം, സുംബ ചെയ്യാം, അതൊക്കെ കാർഡിയോയിൽ പെടും. കാർഡിയോയും ചെയ്യാം, പ്ലസ് രണ്ടും കൂടെ ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ ഡയറ്റും കൂടെ എടുക്കാം. വർക്കൗട്ടിലൂടെയും ബാലൻസ്ഡ് ഡയറ്റിലൂടെയും PCODന്റെ സിംറ്റംസിനെ നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്തിനെയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഡോക്ടർ പറയണം നിങ്ങൾ ഇനി വർക്കൗട്ട് ചെയ്യണം, ബോഡി വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ മാത്രം വർക്കൗട്ട് ചെയ്യാൻ പോവാതെ അതിന് മുന്നേ തന്നെ, എന്ന് വെച്ചാൽ അസുഖം വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലതല്ലേ അസുഖം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നത്. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അസുഖം വരാതിരിക്കാനാണല്ലേ. അപ്പൊ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നമ്മളെ പണ്ടേ പഠിച്ചിട്ടുണ്ടാവും, ചെറുപ്പത്തിലെ നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, വ്യായാമം ചെയ്യുന്നു എന്നുള്ള ഒരു റുട്ടീനിലായിരുന്നു പണ്ടെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നമ്മളുടെ ലൈഫിൽ നമ്മൾ ആപ്ലിക്കബിൾ ആക്കിയിട്ടില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യേണ്ട വെച്ചാല് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നിങ്ങൾ മിനിമം ഒരു ദിവസം നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി, നിങ്ങളുടെ സ്വന്തം ബോഡിയെ നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങിയേ പറ്റുള്ളൂ. കാരണം ഭക്ഷണം മാത്രം കഴിക്കുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക അത് മാത്രമല്ലാതെ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി നിങ്ങൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. ഭാവിയിലേക്ക് പൈസ മാത്രം ആക്കി വെച്ചിട്ട് കാര്യമില്ല. പൈസ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടെ വേണം. ആ ചിന്തയും കൂടെ കൂട്ടി നിർത്തിയിട്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വരെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങൾ ഇപ്പം ഉണ്ട്. വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാം. ജിമ്മോ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. എന്റർടൈൻമെന്റിലൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള കാലഘട്ടമാണെന്ന്. ദയവ് ചെയ്തിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. ഡയറ്റും പക്കാന്ന് ഞാൻ പറയുന്നില്ല, പറ്റുന്ന പോലെ ഡയറ്റ് എടുക്കുക. കാരണം എനിക്കറിയാം നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എല്ലാവരും ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. പക്ഷെ ഡയറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കൺട്രോൾ, എല്ലാത്തിനും ഒരു കൺട്രോൾ വെക്കുക. എപ്പോഴും ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തിന്നുന്നതിന് പകരം ആ ജീവിതം കുറച്ചു കാലം വേണം എന്നുള്ള ചിന്തയിൽ കഴിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ കാണാട്ടോ. ബൈ.